നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ആൻഡോ കല്ലേരി. ആദ്യം പ്രധാന വാർത്തകൾ. വാഗ്ദാന പെരുമഴയായി മുന്നണികൾ. സാമൂഹിക സുരക്ഷാ പെൻഷൻ 3000-ലേക്ക് വോട്ടർമാരെ പിടിക്കാൻ LDFും UDFും. വോട്ടുറപ്പിക്കാൻ തന്ത്രങ്ങൾ. പുതുക്കാട് മണ്ഡലത്തിൽ സ്ഥാനാർത്ഥികളുടെ പര്യടനവും ബഹുജന റാലികളും സജീവം. സ്നേഹത്തിന്റെ അപ്പം മുറിക്കൽ. ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർ പ്രാർത്ഥനാ നിർഭരമായ പെസഹ ആചരിച്ചു. ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകൾ നടന്നു. തൃശൂരിന്റെ പൈതൃകം പാടി കളക്ടർ. വോട്ട് ചോദിക്കാൻ സംഗീത വഴിയുമായി ജില്ലാ ഭരണകൂടം. പുതുക്കാട് ആര് നേടും? കഴിഞ്ഞ വർഷങ്ങളിൽ പുതുക്കാട് എങ്ങനെ ചിന്തിച്ചു? പുതുക്കാടിന്റെ വോട്ടിംഗ് ചിത്രം വ്യക്തമാക്കുന്ന എക്സ്പ്ലെയിനറുമായി NCTV. വിശദമായ വാർത്തകളിലേക്ക്. ആദ്യം തെരഞ്ഞെടുപ്പ് വാർത്തകളുമായി ജനഹിതം 2026. തിരഞ്ഞെടുപ്പ് വിശേഷങ്ങളുമായി NCTV ജനഹിതം 2026 നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തൃശൂരിന്റെ ജനപ്രിയ ജ്വല്ലറി നോബൽ ജ്വല്ലറി, ഷാർ ആമ്പലൂർ. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പ്രകടന പത്രിക പുറത്തിറക്കി LDF. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഇടതുമുന്നണിയുടെ പ്രകടന പത്രിക പുറത്തിറക്കിയത്. എല്ലാ ക്ഷേമ പെൻഷനുകളും 3000 രൂപയായി ഉയർത്തും. 2026-27 സംസ്ഥാനത്തെ ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിലെ വിദ്യാർത്ഥികൾക്ക് ബിരുദ വിദ്യാഭ്യാസം സൗജന്യമായി നൽകും. പവർ കട്ടില്ലാത്ത കാലം തുടരും തുടങ്ങി സുപ്രധാന വാഗ്ദാനങ്ങളാണ് LDFന്റെ തെരഞ്ഞെടുപ്പ് പത്രികയിൽ ഉള്ളത്. സ്ത്രീകളിൽ 50% പേർക്ക് ജോലി ഉറപ്പുവരുത്തും. ഇതിന് കുടുംബശ്രീയും തദ്ദേശ ഭരണ സ്ഥാപനങ്ങളും നേതൃത്വം നൽകും. സമ്പൂർണ്ണ മാലിന്യ സംസ്കരണം ഉറപ്പാക്കും. ടൂറിസം വളർച്ചയ്ക്ക് വിശദമായ പദ്ധതികളും തെരഞ്ഞെടുപ്പ് പത്രികയിലുണ്ട്. 15 ലക്ഷം വിദേശ ടൂറിസ്റ്റുകളെ ആകർഷിക്കുകയാണ് ലക്ഷ്യം. 5 ലക്ഷം കുടുംബങ്ങളെ ദാരിദ്ര്യമുക്തമാക്കും. JB കോശി കമ്മീഷൻ റിപ്പോർട്ട് പൂർണ്ണമായും നടപ്പാക്കും. സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾക്കെതിരെ എല്ലാ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലും സ്ത്രീകളുടെ വിപുലമായ പങ്കാളിത്തത്തോടുകൂടി ക്രൈം മാപ്പിംഗ് നടത്തും. പട്ടികവർഗ ക്ഷേമം ഉറപ്പുവരുത്തും. പട്ടികവർഗക്കാർക്കുള്ള ഉപപദ്ധതി പൂർണ്ണമായും ഊരുകൂട്ടങ്ങളുടെ തീരുമാനത്തിന് വിധേയമായിട്ടായിരിക്കും നടപ്പാക്കുക. സംസ്ഥാനത്തെ അടിസ്ഥാന വികസനത്തിന് പ്രാധാന്യം നൽകിയെന്നും തനത് നികുതി വരുമാനം വർദ്ധിച്ചുവെന്നും പറഞ്ഞ മുഖ്യമന്ത്രി ജനങ്ങളുടെ സാമ്പത്തിക ശേഷി വർദ്ധിച്ചുവെന്നും കൂട്ടിച്ചേർത്തു. ജനകീയ സംവാദങ്ങൾക്ക് ശേഷമാണ് പ്രകടന പത്രികയ്ക്ക് രൂപം നൽകിയതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. നല്ല രീതിയിൽ ഓരോ മേഖലയിലും പരിഹാര നടപടികളുണ്ടായി. പക്ഷേ നമുക്ക് മറ്റൊട്ടേറെ പ്രതിസന്ധികൾ ഈ കാലയളവിൽ നേരിടേണ്ടി വന്നു. അതാണ് 2018 നൂറ്റാണ്ടിലെ മഹാപ്രളയം, അടുത്ത വർഷമുണ്ടായ അതിരൂക്ഷമായ കാലവർഷക്കെടുതി, തൊട്ടു പിന്നാലെ വന്ന കോവിഡ് മഹാമാരി, അതിനെല്ലാം മുൻപ് ഓക്കിയും നിപ്പയും. നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള UDF പ്രകടന പത്രിക പുറത്തിറക്കി. നേരത്തെ പ്രഖ്യാപിച്ച ഇന്ദിരാ ഗ്യാരണ്ടി അടക്കം നിരവധി വാഗ്ദാനങ്ങളാണ് UDF പ്രകടന പത്രികയിൽ ഉള്ളത്. UDFന്റെ സ്വപ്ന പദ്ധതികളും വാഗ്ദാനങ്ങളും അടങ്ങുന്നതാണ് പ്രകടന പത്രിക. സാമൂഹിക സുരക്ഷാ പെൻഷൻ 3000 രൂപയാക്കും. സ്ത്രീകൾക്ക് KSRTCയിൽ സൗജന്യ യാത്ര. കോളേജ് വിദ്യാർത്ഥികൾക്ക് പ്രതിമാസം 1000 രൂപ. എല്ലാ കുടുംബങ്ങൾക്കും 25 ലക്ഷം രൂപ വരെയുള്ള സൗജന്യ ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ്. മുതിർന്ന പൗരന്മാരുടെ ക്ഷേമത്തിനായി പ്രത്യേക വകുപ്പ്. യുവജനങ്ങൾക്ക് ബിസിനസ് ആരംഭിക്കുന്നതിന് പലിശരഹിത വായ്പ 5 ലക്ഷം രൂപ എന്നിങ്ങനെയാണ് പ്രകടന പത്രികയിലെ പ്രധാനപ്പെട്ട വാഗ്ദാനങ്ങൾ. പെൻഷൻ അവകാശമാക്കും. ശമ്പള കമ്മീഷൻ മാതൃകയിൽ ക്ഷേമ പെൻഷൻ രൂപീകരിക്കും എന്നതെല്ലാമാണ് വാഗ്ദാനങ്ങൾ. ഏറ്റവും ദാരിദ്ര്യം അനുഭവിക്കുന്നവരെ കണ്ടെത്തി
UDFന്റെ മുൻകാല പദ്ധതിയായ ആശ്രയ പദ്ധതി പരിഷ്കരിച്ച് നവ ആശ്രയ പദ്ധതി ആരംഭിക്കും. അന്ത്യോദയ പിങ്ക് റേഷൻ കാർഡ് ഉടമകളെ കണ്ടെത്തി ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യാൻ പ്രത്യേക കർമ്മ പദ്ധതി. സംസ്ഥാനത്തെമ്പാടും ഇന്ദിരാ ക്യാൻറ്റീനുകൾ. അർഹരായവർക്ക് പ്രയോറിറ്റി റേഷൻ കാർഡ്, സൗജന്യ റേഷൻ എന്നിങ്ങനെയും വാഗ്ദാനങ്ങളുണ്ട്. പുതുക്കാട് നിയോജക മണ്ഡലത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഉച്ചസ്ഥായിയിൽ. NDA സ്ഥാനാർത്ഥി A. പരമേശ്വരൻ എന്ന നാഗേഷ് മണ്ഡലത്തിലെ വിവിധ പഞ്ചായത്തുകളിൽ വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ട് അഭ്യർത്ഥിക്കുകയാണ്. വല്ലച്ചിറ, പറപ്പൂക്കര പഞ്ചായത്തുകൾ കേന്ദ്രീകരിച്ചായിരുന്നു വ്യാഴാഴ്ചയിലെ പര്യടന പരിപാടികൾ. രാവിലെ ഉങ്ങിൻചുവടിൽ നിന്നാണ് NDA സ്ഥാനാർത്ഥി നാഗേഷിന്റെ പര്യടനം ആരംഭിച്ചത്. 30ഓളം കേന്ദ്രങ്ങളിലൂടെ കടന്നുപോകുന്ന പര്യടനത്തിന് ഓരോയിടത്തും ആവേശോജ്വലമായ സ്വീകരണമാണ് ലഭിച്ചത്. രാവിലെ ശ്രീകൃഷ്ണപുരം, മോസ്കോ നഗർ, കോട്ട, പകിരിപ്പാലം, കടലാശ്ശേരി തുടങ്ങിയ പ്രദേശങ്ങളിലെ വോട്ടർമാരെ അദ്ദേഹം നേരിൽ കണ്ടു. വികസനവും മണ്ഡലത്തിലെ മാറ്റവുമാണ് NDA പ്രധാനമായി ചർച്ചാ വിഷയമായി ഉയർത്തുന്നത്. സ്ത്രീകളും മുതിർന്നവരും ഉൾപ്പെടെയുള്ളവർ സ്ഥാനാർത്ഥിയെ സ്നേഹപൂർവ്വം സ്വീകരിക്കുന്ന കാഴ്ചയാണ് മണ്ഡലത്തിൽ ഉടനീളം കാണുന്നത്. മണ്ഡലത്തിലെ ഓരോ മുക്കിലും മൂലയിലും എത്തി ജനവികാരം അനുകൂലമാക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് NDA പ്രവർത്തകർ. ഉച്ചയ്ക്ക് ശേഷം പറപ്പൂക്കര, മുത്രത്തിക്കര സെന്റർ, നെല്ലായി സെന്റർ, ആലത്തൂർ, പൊങ്കോത്ര ഗേറ്റ് തുടങ്ങിയ പ്രമുഖ കേന്ദ്രങ്ങളിൽ സ്ഥാനാർത്ഥി പര്യടനം നടത്തി. വൈകുന്നേരം നന്ദിക്കര സെന്ററിൽ പര്യടനം സമാപിക്കും. വികസന മുരടിപ്പിന് അറുതി വരുത്താൻ മാറ്റം വേണമെന്ന സന്ദേശമാണ് സ്ഥാനാർത്ഥി വോട്ടർമാർക്ക് മുന്നിൽ വയ്ക്കുന്നത്. പുതുക്കാട് നിയോജക മണ്ഡലത്തിന്റെ സമഗ്രമായ മാറ്റത്തിന് കായിക വികസനം അനിവാര്യമാണെന്ന് UDF സ്ഥാനാർത്ഥി KM ബാബുരാജ്. താൻ തെരഞ്ഞെടുക്കപ്പെട്ടാൽ മണ്ഡലത്തിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ കളിസ്ഥലം നിർമ്മിക്കുന്നതിനായിരിക്കും പ്രഥമ പരിഗണനയെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു. UDYF പുതുക്കാട് നിയോജക മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച ഫുട്ബോൾ ടൂർണമെന്റിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മണ്ഡലത്തിലെ യുവാക്കളുടെ കായിക അഭിരുചികളെ പ്രോത്സാഹിപ്പിക്കാൻ ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങളുടെ കുറവ് വലിയ പോരായ്മയാണെന്ന് ബാബുരാജ് ചൂണ്ടിക്കാട്ടി. മണ്ഡലത്തിലെ 8 പഞ്ചായത്തുകളിൽ നിന്നുള്ള ടീമുകൾ പങ്കെടുത്ത ടൂർണമെന്റിൽ അളഗപ്പനഗർ ടീം ജേതാക്കളായി. മികച്ച പോരാട്ടം കാഴ്ചവെച്ച വരന്തരപ്പള്ളി ടീം റണ്ണേഴ്സ് അപ്പ് ട്രോഫി കരസ്ഥമാക്കി. രാഷ്ട്രീയ ഐക്യത്തിന്റെ സന്ദേശം ഉയർത്തി യൂത്ത് കോൺഗ്രസും യൂത്ത് ലീഗും തമ്മിൽ നടന്ന ആവേശകരമായ സൗഹൃദ മത്സരത്തിൽ യൂത്ത് ലീഗ് വിജയിച്ചു. തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ യുവാക്കളുടെ വലിയ പങ്കാളിത്തം ഉറപ്പാക്കാൻ ഈ ടൂർണമെന്റിന് സാധിച്ചതായി സംഘാടകർ വിലയിരുത്തി. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ജെറോൺ ജോൺ, ജില്ലാ സെക്രട്ടറി ദിനിൽ പാലപ്പറമ്പിൽ, നിയോജകമണ്ഡലം പ്രസിഡന്റ് ഫൈസൽ ഇബ്രാഹിം, വൈസ് പ്രസിഡന്റ് പ്രിൻസ് ഫ്രാൻസിസ് എന്നിവരും യൂത്ത് ലീഗ് മണ്ഡലം നേതാക്കളായ അൻഷാദ്, സുൽഫിക്കർ തുടങ്ങിയവരും പരിപാടികൾക്ക് നേതൃത്വം നൽകി. ഞാൻ അപ്പോൾ തന്നെ അവരോട് പറഞ്ഞു, നിങ്ങൾ എവിടെയാണോ ഈ പരിപാടി കണ്ടക്ട് ചെയ്യാൻ തീരുമാനിക്കുന്നത് അവിടെ ചെയ്തോളൂ. അപ്പോൾ പണച്ചെലവ്. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണം അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ മണ്ഡലത്തിൽ ആവേശം വിതറി LDF സ്ഥാനാർത്ഥി KK രാമചന്ദ്രന്റെ പര്യടനം. വികസന തുടർച്ചയും ജനക്ഷേമ പദ്ധതികളും മുൻനിർത്തി വോട്ട് ചോദിക്കുന്ന സ്ഥാനാർത്ഥിക്ക് ഓരോ കേന്ദ്രങ്ങളിലും ഉജ്ജ്വലമായ സ്വീകരണമാണ് ലഭിക്കുന്നത്. ചുവപ്പ് കൊടികളും മുദ്രാവാക്യങ്ങളുമായി നിരവധി പ്രവർത്തകരാണ് സ്ഥാനാർത്ഥിയെ വരവേൽക്കാൻ അണിനിരന്നത്. ഏപ്രിൽ 1, 2 തീയതികളിലായി മണ്ഡലത്തിന്റെ വിവിധ കേന്ദ്രങ്ങളിലായി നടന്ന പര്യടനം ഇടതുപക്ഷ ക്യാമ്പുകളിൽ വലിയ ആത്മവിശ്വാസമാണ് പകർന്നിരിക്കുന്നത്. ബുധനാഴ്ച ഉച്ചയ്ക്ക് 3 മണിക്ക് മാങ്കുറ്റിപ്പാടത്ത് നിന്ന് ആരംഭിച്ച പര്യടനം കുറ്റിയമ്പലം, ആലുവപ്പാടം, മന്ദിരപ്പള്ളി എന്നിവിടങ്ങളിലൂടെ കടന്നുപോയി. വൈകുന്നേരം കള്ളിച്ചിത്ര നഗർ, ഹരിതമൂല, വടാന്തോൾ, കൊടകരപ്പാടം എന്നിവിടങ്ങളിലെ സ്വീകരണങ്ങൾക്ക് ശേഷം രാത്രിയോടെ വടക്കുമുറിയിൽ സമാപിച്ചു. വ്യാഴാഴ്ച നരശീലയിൽ നിന്ന് ആരംഭിച്ച 2ാം ദിവസത്തെ പര്യടനം SN പുരം, തരീഷ് പറമ്പ്, കണ്ണമ്പത്തൂർ തുടങ്ങിയ സ്ഥലങ്ങളിലെ വോട്ടർമാരെ നേരിൽ കണ്ടുകൊണ്ടാണ് മുന്നേറിയത്. ചിറ്റിശ്ശേരി പോസ്റ്റ് ഓഫീസ് പരിസരം, അത്താണി, പള്ളിയറ, കോട്ടായി, EMS നഗർ വഴി വൈകുന്നേരം വെള്ളാനിക്കോട് സമാപന യോഗത്തോടെ പ്രചരണം അവസാനിച്ചു. ഓരോ സ്വീകരണ കേന്ദ്രങ്ങളിലും സ്ഥാനാർത്ഥിയെ കാത്തു നിൽക്കുന്ന വൻ ജനക്കൂട്ടം ഭരണ തുടർച്ചയ്ക്കുള്ള ജനങ്ങളുടെ ആഗ്രഹമാണ് വ്യക്തമാക്കുന്നതെന്ന് LDF നേതാക്കൾ അവകാശപ്പെട്ടു. വരും ദിവസങ്ങളിൽ കൂടുതൽ പൊതുസമ്മേളനങ്ങളും കുടുംബയോഗങ്ങളുമായി പ്രചാരണം അതിന്റെ കൊടുമുടിയിലെത്തിക്കാനുള്ള തീവ്രശ്രമത്തിലാണ് LDF പ്രവർത്തകർ. LDF പറപ്പൂക്കര പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നന്ദിക്കരയിൽ ബഹുജന റാലിയും പൊതുയോഗവും സംഘടിപ്പിച്ചു.
ഡോക്ടർ പി സരീൻ പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു. ആർ ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. പി കെ ശിവരാമൻ, പി കെ ശേഖരൻ, ഇ കെ അനൂപ, അഡ്വക്കേറ്റ് എൻ വി വൈശാഖൻ, പി ഡി നെൽസൺ, ടി ആർ ലാലു, പി ആർ രാജൻ, ബീന സുരേന്ദ്രൻ, അമ്പിളി വേണു എന്നിവർ പ്രസംഗിച്ചു. തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായും രാഷ്ട്രീയ നയങ്ങൾ വിശദീകരിച്ചും നടന്ന പരിപാടിയിൽ നൂറുകണക്കിന് പ്രവർത്തകർ പങ്കെടുത്തു. തെരഞ്ഞെടുക്കാൻ നമ്മുടെ മുന്നിലുള്ള മത്സരാർത്ഥികളിൽ നിന്ന് ആരെയാണ് തിരഞ്ഞെടുക്കേണ്ടത് എന്ന് കേരളം പൊതുവിൽ വിധി എഴുതാൻ പോവുകയാണ്. കേവലം പുതുക്കാട് മാത്രമല്ല. സഖാവ് കെ രാമചന്ദ്രൻ എന്ന് പറയുന്ന നിങ്ങളുടെ 5 വർഷക്കാലത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വോട്ടർമാരെ പോളിംഗ് ബൂത്തിൽ എത്തിക്കാൻ വേറിട്ട വഴിയുമായി ജില്ലാ ഭരണകൂടം. ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ തന്നെ ആലപിച്ച സ്വീപ് സോങ് മ്യൂസിക് വീഡിയോ ഇപ്പോൾ ജനശ്രദ്ധയാകർഷിക്കുകയാണ്. ഓരോ പൗരനും തന്റെ സമ്മതിദാനാവകാശം വിനിയോഗിക്കേണ്ടതിന്റെ പ്രാധാന്യം വിളിച്ചോതുന്നതാണ് ഈ വീഡിയോ. ജില്ലാ ഭരണകൂടത്തിന്റെ ഈ വേറിട്ട ഉദ്യമത്തിന് ശബ്ദം നൽകിയിരിക്കുന്നത് തൃശൂർ ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ, പ്രശസ്ത ഗായകൻ സാജൻ എന്നിവർ ചേർന്നാണ്. പ്രശസ്തമായ കാന്ത ഞാനും വരാം എന്ന പാട്ടിന്റെ ഈണത്തിലാണ് വോട്ടർമാരെ പോളിംഗ് ബൂത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ടുള്ള ഗാനം ഒരുക്കിയിരിക്കുന്നത്. കേരളത്തിന്റെ തനത് കലാരൂപമായ കഥകൾ ഉൾപ്പെടെയുള്ള ദൃശ്യങ്ങൾ കോർത്തിണക്കിയാണ് വീഡിയോ നിർമ്മിച്ചിരിക്കുന്നത്. വോട്ടിംഗ് കേന്ദ്രങ്ങളെക്കുറിച്ചും ഓരോ വോട്ടും നാളെയുടെ വിധി നിർണ്ണയിക്കുന്നതാണെന്ന ഉത്തരവാദിത്തത്തെക്കുറിച്ചും വീഡിയോയിൽ കൃത്യമായി വ്യക്തമാക്കുന്നുണ്ട്. വോട്ടർ പട്ടികയിൽ പേരുള്ള എല്ലാവരും ബൂത്തിലെത്തി വോട്ട് ചെയ്യണമെന്ന സന്ദേശമാണ് ഇതിലൂടെ നൽകുന്നത്. വിനു വി ദേവൻ സംവിധാനം നിർവഹിച്ച ഈ ബോധവൽക്കരണ വീഡിയോയുടെ രചന നിർവഹിച്ചിരിക്കുന്നത് വേലായുധൻ പി കെ ആണ്. കലാമണ്ഡലം ഗോപാലകൃഷ്ണൻ ക്രിയേറ്റീവ് ഡയറക്ടറായി പ്രവർത്തിച്ച ഈ ദൃശ്യാവിഷ്കാരത്തിന്റെ ഛായാഗ്രഹണം റോണി മാക് ഡേവിസും എഡിറ്റിംഗ് താഹിർ ഹംസയുമാണ് നിർവഹിച്ചിരിക്കുന്നത്. ജില്ലാ ഭരണകൂടത്തിന്റെ ഔദ്യോഗിക പേജുകൾ വഴി പുറത്തിറങ്ങിയ വീഡിയോ ഇതിനോടകം ആയിരക്കണക്കിന് ആളുകളാണ് ഏറ്റെടുത്തിരിക്കുന്നത്. സമ്മതിദാനം മഹാദാനം എന്ന മഹത്തായ സന്ദേശം ജനങ്ങളിൽ എത്തിക്കാൻ ഈ ദൃശ്യാവിഷ്കാരത്തിന് സാധിക്കുന്നുണ്ട്. കാന്താ ഞാനും വരാം തൃശൂർ വോട്ടിൻ പൂരം കാണാൻ. പോരൂ പോരൂ നാട്ടുകാരെ, പോരൂ പോരൂ കൂട്ടുകാരെ, നാടിൻ ഭാവി നിശ്ചയിക്കാൻ വോട്ടു ചെയ്തിടാൻ. തിരഞ്ഞെടുപ്പ് വിശേഷങ്ങളുമായി NCTV ജനഹിതം 2026 നിങ്ങൾക്കായി സമർപ്പിച്ചത് തൃശൂരിന്റെ ജനപ്രിയ ജ്വല്ലറി നോബൽ ജ്വല്ലറി, ഷാർ ആമ്പലൂർ. ഇനി മറ്റു വാർത്തകളിലേക്ക്. ലോകമെമ്പാടുമുള്ള ക്രൈസ്തവ വിശ്വാസികൾ പെസഹ ആചരിച്ചു. വിനയത്തിന്റെയും സഹോദര്യത്തിന്റെയും സന്ദേശം വിളിച്ചോതിക്കൊണ്ട് ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകളും കാൽക്കഴുകൽ ശുശ്രൂഷയും നടന്നു. വിശുദ്ധ വാരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങുകളിലൊന്നായ പെസഹ ആചരണത്തിനായി വിശ്വാസി സമൂഹം പ്രാർത്ഥനാ നിർഭരമാണ്. യേശുക്രിസ്തു തന്റെ ശിഷ്യന്മാരോടൊപ്പം നടത്തിയ അന്ത്യത്താഴത്തിന്റെ ഓർമ്മ പുതുക്കലാണ് പെസഹ. അപ്പവും വീനും വാഴ്ത്തി വിഭജിച്ച് ശിഷ്യർക്ക് നൽകിക്കൊണ്ട് യേശു പരിശുദ്ധ കുർബാന സ്ഥാപിച്ചതിന്റെ പുണ്യസ്മരണയിലാണ് ഇന്ന് ദേവാലയങ്ങളിൽ കുർബാന അർപ്പിക്കുന്നത്. അധികാരമല്ല, വിനീതമായ സേവനമാണ് വലുതെന്ന് ലോകത്തിന് കാണിച്ചു കൊടുക്കാൻ യേശു ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി ചുംബിച്ചു. ഈ മാതൃക പിന്തുടർന്ന് ദേവാലയങ്ങളിൽ ഇന്ന് വൈകിട്ട് കാൽക്കഴുകൽ ശുശ്രൂഷ നടക്കും. തിരഞ്ഞെടുക്കപ്പെട്ട 12 പേരുടെ പാദങ്ങൾ പുരോഹിതൻ കഴുകി ചുംബിക്കുന്നതോടെ ഈ ശുശ്രൂഷ പൂർത്തിയാകും. പള്ളികളിലെ ശുശ്രൂഷയ്ക്ക് ശേഷം വീടുകളിൽ കുടുംബാംഗങ്ങൾ ഒത്തുചേർന്ന് പെസഹ അപ്പം മുറിക്കും. ക്രിസ്തുവുമായുള്ള ആത്മീയ ഐക്യത്തെയാണ് ഈ അപ്പം മുറിക്കൽ ചടങ്ങ് സൂചിപ്പിക്കുന്നത്. പെസഹ വ്യാഴത്തിന് പിന്നാലെ നാളെ ക്രൈസ്തവ ലോകം ദുഃഖവെള്ളിയാഴ്ച ആചരിക്കും. കനകമന മാർത്തോമ തീർത്ഥാടന കേന്ദ്രത്തിൽ പെസഹ വ്യാഴം ആചരിച്ചു. ലോകം മുഴുവൻ ക്രൈസ്തവർ പെസഹ ആചരിക്കുന്നതിന്റെ ഭാഗമായി കനകമനയിലും വിപുലമായ തിരുക്രമങ്ങളാണ് നടന്നത്. അടിവാരം പള്ളിയിലും കുരിശുമുടിയിലും നടന്ന ചടങ്ങുകളിൽ നൂറുകണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു.
അടിവാരം പള്ളിയിലും കുരിശുമുടിയിലും നടന്ന ചടങ്ങുകളിൽ നൂറുകണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. അടിവാരം പള്ളിയിൽ നടന്ന വിശുദ്ധ കുർബാനയ്ക്കും കാൽകഴുകൽ ശുശ്രൂഷയ്ക്കും തീർത്ഥാടന കേന്ദ്രം റക്ടർ ഫാദർ ഡെയ്സൺ കവലക്കാട്ട് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. സ്നേഹത്തിന്റെയും എളിമയുടെയും സന്ദേശം വിളിച്ചോതിയ കാലുകഴുകൽ ശുശ്രൂഷയ്ക്ക് ശേഷം ഭക്തിനിർഭരമായ പ്രദക്ഷിണവും മറ്റു തിരുക്കർമ്മങ്ങളും നടന്നു. സഹവികാരിമാരായ ഫാദർ ടോം പുള്ളോലിൽ, ഫാദർ ജിതിൻ പുന്നശ്ശേരി എന്നിവർ സഹകാർമ്മികരായിരുന്നു. തുടർന്ന് കുരിശുമുടിയിൽ പ്രത്യേക കുർബാനയും കാലുകഴുകൽ ശുശ്രൂഷയും നടന്നു. സഹവികാരി ഫാദർ ജിതിൻ പുന്നശ്ശേരി കാർമ്മികത്വം വഹിച്ചു. ചടങ്ങുകൾക്ക് കൈക്കാരന്മാരായ ജോസ് വിട്ടുമണിക്കൽ, പൗലോസ് ഗോപുരം, ജോസ് കുറുകുറ്റിക്കാരൻ, ജോജു ചുള്ളി എന്നിവർ നേതൃത്വം നൽകി. തൃശൂർ ലൂർദ് കത്തീഡ്രൽ ദേവാലയത്തിൽ നടന്ന ഭക്തിനിർഭരമായ പെസഹ തിരുക്കർമ്മങ്ങൾക്ക് തൃശൂർ അതിരൂപത മെത്രാപ്പൊലീത്ത മാർ ആൻഡ്രൂസ് താഴത്ത് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഈശോ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി വിനയത്തിന്റെ മാതൃക കാട്ടിയതിന്റെ സ്മരണ പുതുക്കി കത്തീഡ്രലിൽ കാലുകഴുകൽ ശുശ്രൂഷയും വിശുദ്ധ കുർബാനയും നടന്നു. പെസഹ വ്യാഴത്തിന്റെ ഭാഗമായി ലൂർദ് കത്തീഡ്രൽ ദേവാലയത്തിൽ നടന്ന തിരുക്കർമ്മങ്ങളിൽ നൂറുകണക്കിന് വിശ്വാസികളാണ് പങ്കെടുത്തത്. തുടർന്ന് നടന്ന കാൽകഴുകൽ ശുശ്രൂഷയിൽ വൈദികരുടെ പാദങ്ങൾ കഴുകി ചുംബിച്ചുകൊണ്ട് മെത്രാപ്പൊലീത്ത വിനയത്തിന്റെ സന്ദേശം വിശ്വാസികൾക്ക് പകർന്നു നൽകി. കത്തീഡ്രൽ വികാരി ഫാദർ ജോസ് വല്ലൂരാൻ, അസിസ്റ്റന്റ് വികാരിമാരായ ഫാദർ ഷോജോ മഞ്ഞാടിക്കൽ, ഗോഡ്വിൻ കിഴക്കൂടൻ, ഫാദർ ക്ലിൻസൺ കാട്ടിപ്പറമ്പൻ എന്നിവർ തിരുക്കർമ്മങ്ങളിൽ സഹകാർമ്മികരായി. ചടങ്ങുകൾക്ക് നടത്തു കൈക്കാരൻ സെബി പാനിക്കുളങ്ങര, കൈക്കാരന്മാരായ ജോർജ് കവലക്കാട്ട്, റോഷൻ പുതുക്കാടൻ എന്നിവരും വിവിധ ഭക്തസംഘടനാ അംഗങ്ങളും കുടുംബ കൂട്ടായ്മ ഭാരവാഹികളും നേതൃത്വം നൽകി. ദേശീയപാത കുറുമാലി യു ടേണിൽ 3 വാഹനങ്ങൾ അപകടത്തിൽപ്പെട്ടു. 2 ലോറികളും ഒരു പിക്കപ്പുമാണ് അപകടത്തിൽപ്പെട്ടത്. ആർക്കും പരിക്കില്ല. വ്യാഴാഴ്ച വൈകിട്ട് 5:30യോടെയായിരുന്നു അപകടം. അപകടത്തിൽപ്പെട്ട ഒരു ലോറി ഡിവൈഡറിലെ കാനയിലേക്ക് ഇടിച്ചു കയറി. യു ടേണിൽ തിരിയുന്നതിനിടെ പിക്കപ്പിലേക്ക് ലോറി ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ പിക്കപ്പ് എതിർദിശയിൽ നിന്നും വരികയായിരുന്ന മറ്റൊരു ലോറിയിലും ഇടിച്ചു. ഈ ലോറിയാണ് നിയന്ത്രണം വിട്ട് ഡിവൈഡറിലേക്ക് ഇടിച്ചു കയറിയത്. അപകടത്തെ തുടർന്ന് ദേശീയപാതയിൽ അരമണിക്കൂറോളം ഗതാഗത കുരുക്കുണ്ടായി. പുതുക്കാട് പോലീസ് സ്ഥലത്തെത്തിയിരുന്നു. ചാരായ വ്യവസായ തൊഴിലാളി കുടുംബസംഗമം കൊടകരയിൽ സംഘടിപ്പിച്ചു. പ്രമുഖ രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വക്കേറ്റ് ഇ ജയശങ്കർ സംഗമം ഉദ്ഘാടനം ചെയ്തു. മുൻ തൊഴിലാളിയായിരുന്ന ചാലക്കുടി നഗരസഭാ കൗൺസിലർ OS ചന്ദ്രനെ ചടങ്ങിൽ പ്രത്യേകമായി അനുമോദിച്ചു. MN ശശിധരൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ KB ദിനചന്ദ്രൻ, M ഹരിലാൽ, IN രാജൻ, AJ ജോസഫ്, മാലിനി പ്രേമൻ, PK ജോബ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ജീവിച്ചിരിക്കുന്ന ഇരകളാണ് നിങ്ങൾ ഓരോരുത്തരും. ഞാൻ അതിൻ്റെ നിങ്ങൾ അനുഭവിച്ച കഷ്ടപ്പാട് ഞാൻ നിങ്ങളെ പറഞ്ഞു കേൾപ്പിക്കേണ്ട ആവശ്യം. അപ്പോൾ ഇതുപോലെ ഒരു സാമൂഹ്യ ദുരന്തം എങ്ങനെ ഉണ്ടായി എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ നമ്മൾ ഒറ്റ നോട്ടത്തിൽ എന്തുകൊണ്ടാണ് ശ്രീ AK ആന്റണി ഇത്ര ദുർഭകരമായ വിനാശകരമായ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്? വിനാശകരം ഞാൻ ഉദ്ദേശിച്ചത് ചാരായ ഷാപ്പ് കൂട്ടിയതോ ചാരായ തൊഴിലാളികൾക്ക് ജോലി കൂലി ഇല്ലാതായതോ മാത്രം ഉദ്ദേശിച്ചല്ല. അതിനേക്കാൾ വലിയ ഒരു പക്ഷേ ആന്റണി പോലും ഉദ്ദേശിക്കാത്ത, അല്ലെങ്കിൽ അദ്ദേഹത്തിന് പുതിയ ഉപദേശിച്ച ആളുകൾ ഉദ്ദേശിക്കാത്ത രീതിയിലുള്ള പാർശ്വഫലങ്ങൾ വരുന്നത്. അതെങ്ങനെ സംഭവിക്കും? എന്തുകൊണ്ടാണ് ഈ ആലോചനാശൂന്യമായിട്ട് എടുത്തു ചാടി ഇങ്ങനൊരു തീരുമാനത്തിലേക്ക് പോയത് എന്ന് ചോദിച്ചാൽ, കൊടകര പുത്തൂക്കാവ് ദേവീക്ഷേത്രത്തിലെ പൊങ്കാല മഹോത്സവം ഞായറാഴ്ച ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. രാവിലെ 8-ന് ക്ഷേത്രം തന്ത്രിമാരായ അഴകത്ത് മനക്കൽ ത്രിവിക്രമൻ നമ്പൂതിരിയുടെയും അഴകത്ത് മനക്കൽ ഹരീഷ് കുമാർ നമ്പൂതിരിയുടെയും മുഖ്യ കാർമ്മികത്വത്തിൽ പൊങ്കാല അടുപ്പിലേക്ക് അഗ്നി പകരും. ഗുരുവായൂർ ഡിവോട്ടീസ് ഓൺലൈനിലെ ആഷിക വിഷ്ണു മുഖ്യ അതിഥിയായി പങ്കെടുക്കും. വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് KS സുനിൽകുമാർ, സെക്രട്ടറി MLV നായർ, NR രാജേഷ്, വേണുഗോപാൽ തച്ചിഞ്ചേരി, രാജൻ മല്ലാട്ട് എന്നിവർ പങ്കെടുത്തു. ഏറ്റവും ദേവിക്ക് കൂട്ടായ ഒരു നേദ്യം വെച്ച് നേദിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനം. നമ്മൾ കഷ്ടതകൾ വരുമ്പോൾ മാത്രം ഭഗവാനെ സേവിക്കുക എന്നുള്ളത്, നമ്മൾ നല്ല സമയത്തിനും കൂടെ ഭഗവാനെ സേവിച്ചാലാണ് നമുക്ക് കഷ്ടത വരുമ്പോൾ ഒരു സഹായമാകും. പരമാവധി ഭക്തജനങ്ങൾ നേരത്തെ വരെ 8 മണിക്ക് തന്നെ അവിടെ പൊങ്കാല തുടങ്ങും. ആയതുകൊണ്ട് പരമാവധി ഭക്തജനങ്ങൾ എത്തി പൊങ്കാല ദേവിക്ക് സമർപ്പിക്കണം എന്ന് മാത്രം പറയാനുള്ളത്. ബാക്കി വിശിഷ്ട പൊങ്കാല മഹോത്സവം 2026 ഏപ്രിൽ മാസം 5-ാം തീയതി ഞായറാഴ്ചയാണ് ആഘോഷിക്കുന്നത്. രാവിലെ 8 മണിക്ക് തന്നെ നമുക്ക്
നമ്മുടെ പൊങ്കാല അടുപ്പിൽ അഗ്നി പകരും. ക്ഷേത്രം തന്ത്രിമാരായ അഴകത്തുമലക്കൽ ത്രിവിക്രമൻ നമ്പൂതിരി, ശ്രീ ഹരീഷ് നമ്പൂതിരി എന്നിവരാണ് അതിന് നേതൃത്വം കൊടുക്കുന്നത്. ഈ വർഷം നമ്മുടെ വിശിഷ്ട അതിഥിയായിട്ട് വരുന്നത് ആഷിക വിഷ്ണു, ഗുരുവായൂർ ഡിവോട്ടീസിൻ്റെ ഒരു ഓൺലൈൻ ചാനലാണ് അവർ നടത്തുന്നത്. ഏകദേശം 5 ലക്ഷം ഫോളോവേഴ്സുള്ള ഒരു ഗുരുവായൂരപ്പൻ്റെ ഏറ്റവും വലിയ ഭക്തിയായിട്ടുള്ളൊരു ആളാണ്. രാവിലെ തന്നെ എത്തും, വളരെ ഭംഗിയായ എല്ലാ ഭക്തജനങ്ങളും പങ്കെടുക്കുക, പൊങ്കാല മഹോത്സവം വിജയിപ്പിക്കുക. NR രാജേഷാണ് അദ്ദേഹം. സംസ്ഥാനം മറ്റൊരു തെരഞ്ഞെടുപ്പിലേക്ക് കൂടി നീങ്ങുകയാണ്. മുൻകാല തെരഞ്ഞെടുപ്പുകളിൽ പുതുക്കാട് മണ്ഡലത്തിൽ വോട്ടർമാരുടെ പ്രതികരണം എന്തായിരുന്നു? മുന്നണികളുടെ പ്രകടനം എങ്ങനെയായിരുന്നു? കാണാം പുതുക്കാടിന്റെ വോട്ട് കണക്കുകൾ. നമസ്കാരം. ഏപ്രിൽ 9 സംസ്ഥാനം മറ്റൊരു നിയമസഭാ തെരഞ്ഞെടുപ്പിനെ കൂടി അഭിമുഖീകരിക്കുകയാണ്. 3ാം ഊഴത്തിൽ LDF സർക്കാർ തുടരും. 10 വർഷങ്ങൾക്ക് ശേഷം UDFന് ഒരു തിരിച്ചുവരവ് സാധ്യമാണ്. LDF UDF മുന്നണികൾക്ക് ബദലായി NDAക്ക് സംസ്ഥാനത്ത് ഉയരാൻ സാധിക്കുമോ? ഏപ്രിൽ 9 വോട്ടെടുപ്പ് കഴിഞ്ഞ് മെയ് 4 വോട്ട് എണ്ണുന്നത് വരെ കാത്തിരിക്കണം ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ലഭിക്കാൻ. രാഷ്ട്രീയ വിദഗ്ധർ അതിനിർണായകമായ തെരഞ്ഞെടുപ്പെന്ന് വിലയിരുത്തുന്ന 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പുതുക്കാടിന്റെ ജനവിധി എപ്രകാരമായിരിക്കും? കഴിഞ്ഞകാല തെരഞ്ഞെടുപ്പുകളിൽ പുതുക്കാട് നിയോജക മണ്ഡലത്തിലെ ജനമനസ് എങ്ങനെയായിരുന്നു? ഒരു തിരിഞ്ഞുനോട്ടം. ജനഹിതം 2026. 1950 മുതൽ 2001 വരെയുള്ള കാലഘട്ടത്തിൽ കൊടകര നിയമസഭാ മണ്ഡലത്തിന്റെ പരിധിയിൽപ്പെട്ട പ്രദേശങ്ങളായിരുന്നു ഇപ്പോഴത്തെ പുതുക്കാട് നിയോജക മണ്ഡലത്തിന്റെ പ്രദേശങ്ങൾ. 1987 മുതൽ 2001 വരെ കൊടകര നിയോജക മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചു കയറി MLAയും മന്ത്രിയുമൊക്കെയായത് കോൺഗ്രസിലെ അതികായനായ KP വിശ്വനാഥനായിരുന്നു. എന്നാൽ 2006 മുതൽ തുടർച്ചയായി 4 തവണയും മണ്ഡലത്തിൽ വിജയിച്ചു കയറിയത് LDFന്റെ ജനപ്രതിനിധികളാണ്. മണ്ഡലം പുനർനിർണയത്തിന്റെ ഭാഗമായി രൂപപ്പെട്ട പുതുക്കാട് നിയോജക മണ്ഡലം 2011 ആദ്യമായി ജനവിധിയെ അഭിമുഖീകരിച്ചത്. അളഗപ്പനഗർ, നെന്മണിക്കര, പറപ്പൂക്കര, പുതുക്കാട്, തൃക്കൂർ, മറ്റത്തൂർ, വരന്തരപ്പള്ളി, വല്ലച്ചിറ പഞ്ചായത്തുകൾ ചേരുന്നതാണ് പുതുക്കാട് നിയോജക മണ്ഡലത്തിന്റെ ചിത്രം. തുടർച്ചയായ 20 വർഷം MLAയും മന്ത്രിയുമൊക്കെയായി കൊടകര മണ്ഡലത്തെ പ്രതിനിധീകരിച്ച KP വിശ്വനാഥനെ പിടിച്ചുകെട്ടാൻ 2006 തെരഞ്ഞെടുപ്പിൽ LDF ഒരു തുരുപ്പ് ചീട്ട് പുറത്തിറക്കി. C രവീന്ദ്രനാഥ് എന്ന അധ്യാപകനെയാണ് LDF നിയോഗിച്ചത്. 2006 തെരഞ്ഞെടുപ്പിൽ 19,883 വോട്ടുകൾക്ക് KP വിശ്വനാഥൻ C രവീന്ദ്രനാഥിന് മുന്നിൽ അടിയറവ് പറഞ്ഞു. അന്ന് BJPയുടെ A നാഗേഷ് തന്റെ കന്നി അംഗത്തിൽ നേടിയത് 818 വോട്ടുകൾ മാത്രമായിരുന്നു. UDF പ്രതിനിധിയായ KP വിശ്വനാഥൻ തുടർച്ചയായ 20 വർഷം മണ്ഡലത്തെ പ്രതിനിധീകരിച്ച ശേഷം പിന്നീട് തുടർച്ചയായ 20 വർഷമായി LDF പ്രതിനിധികളാണ് പുതുക്കാട് നിയമസഭാ മണ്ഡലത്തിൽ വിജയിച്ച് കയറിയത്. 2011 പുതുക്കാട് മണ്ഡലം പുനഃക്രമീകരിച്ചത്. 2011 തെരഞ്ഞെടുപ്പിൽ പ്രൊഫസർ C രവീന്ദ്രനാഥ് തുടർച്ചയായ 2ാം ജയത്തോടെ മണ്ഡലം LDFന് അനുകൂലമാക്കി മാറ്റിയെടുക്കുകയായിരുന്നു. 26,482 വോട്ടുകൾക്കാണ് KP വിശ്വനാഥിനെ തുടർച്ചയായ 2ാം പരാജയം C രവീന്ദ്രനാഥ് സമ്മാനിച്ചത്. തുടർച്ചയായ 2ാം തോൽവിയോടെ KP വിശ്വനാഥൻ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നിന്ന് വിടവാങ്ങുകയും ചെയ്തു. 2011 ഈ തെരഞ്ഞെടുപ്പിൽ NDAക്ക് വേണ്ടി മത്സര രംഗത്തുണ്ടായിരുന്നത് ശോഭ സുരേന്ദ്രൻ എന്ന
ശക്തയായ സ്ഥാനാർത്ഥിയായിരുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ 14,425 വോട്ടുകൾ നേടി NDAയുടെ വോട്ട് വിഹിതം 10.43% ഉയർത്താൻ ശോഭാ സുരേന്ദ്രന് കഴിഞ്ഞു. 8,000 വോട്ടിൽ നിന്ന് 14,000 വോട്ടുകളിലേക്ക്. 2016 എത്തുമ്പോൾ ചിത്രം മാറുന്നില്ല. സി രവീന്ദ്രനാഥ് തന്നെ LDFന്റെ സ്ഥാനാർത്ഥി. UDFനായി മത്സര രംഗത്തെത്തുന്നത് INTUC നേതാവായ സുന്ദരൻ കുന്നത്തുള്ളി. തന്റെ ഹാഡ്രിക് വിജയം സി രവീന്ദ്രനാഥ് സ്വന്തമാക്കുമ്പോൾ ഭൂരിപക്ഷം 38,478 ഉയർന്നു എന്നതും ശ്രദ്ധേയമായി. മണ്ഡലത്തിൽ തന്റെ 2ാം അംഗത്തിനിറങ്ങിയ NDAയുടെ A നാഗേഷ് ആ തെരഞ്ഞെടുപ്പിൽ 35,833 വോട്ടുകൾ നേടി വോട്ട് വിഹിതം 22.58% ഉയർത്തി. LDFും UDFും മുൻ വർഷങ്ങളിലെ വോട്ട് വിഹിതം നിലനിർത്തിയപ്പോൾ 5 വർഷം കൊണ്ട് BJPക്ക് ഇരട്ടി വോട്ടിന്റെ വർധനയാണ് 2016 തെരഞ്ഞെടുപ്പിൽ ഉണ്ടായത് എന്ന് പറയുമ്പോൾ പുതിയ വോട്ടർമാർ മുഴുവൻ BJPക്ക് അനുകൂലമായി വോട്ട് ചെയ്തു എന്ന് വേണം കരുതാൻ. ഇനി 2021 തെരഞ്ഞെടുപ്പിലേക്ക്. 2021 തെരഞ്ഞെടുപ്പിൽ 3 ടേം പൂർത്തിയാക്കിയ പ്രൊഫസർ സി രവീന്ദ്രനാഥ് മാറി നിന്നു. പകരം മുൻ വർഷങ്ങളിൽ രവീന്ദ്രനാഥിനായി തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ച തൊഴിലാളി പ്രസ്ഥാനങ്ങളിലൂടെ ഉയർന്നു വന്ന KK രാമചന്ദ്രൻ LDFനായി മത്സര രംഗത്തെത്തി. എന്നാൽ 4ാം തവണയും LDF ആധിപത്യം തുടർന്നു. UDFന്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചത് സുനിൽ അന്തിക്കാടാണ്. 27,353 വോട്ടുകൾക്കാണ് KK രാമചന്ദ്രൻ സുനിൽ അന്തിക്കാടിനെ പരാജയപ്പെടുത്തിയത്. 2016 വോട്ട് വിഹിതം നിലനിർത്തി എന്നത് മാത്രമായിരുന്നു 3ാം തവണയും NDAക്കായി മത്സരിച്ച A നാഗേഷിന്റെ ആശ്വാസം. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ കണക്കുകളെല്ലാം അപ്രസക്തമാക്കുന്നതായിരുന്നു പുതുക്കാട് മണ്ഡലത്തിൽ സുരേഷ് ഗോപി നേടിയ വോട്ടുകൾ. 62,635 വോട്ടുകളാണ് NDAക്ക് വേണ്ടി സുരേഷ് ഗോപി മണ്ഡലത്തിൽ നിന്ന് നേടിയത്. LDFലെ VS സുനിൽകുമാറിനേക്കാൾ 12,692 വോട്ടുകളുടെ ഭൂരിപക്ഷം. UDFലെ K മുരളീധരൻ നേടിയത് 42,715 വോട്ടുകൾ മാത്രം. സുരേഷ് ഗോപിക്ക് 2024 ലഭിച്ച വോട്ടുകൾ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേടാനായാൽ മണ്ഡലത്തിൽ NDA പ്രതീക്ഷിക്കുന്നത് ഒരു അട്ടിമറി വിജയം തന്നെയാണ്. എന്നാൽ 2025 തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോൾ വീണ്ടും ചിത്രം മാറുന്നതാണ് പുതുക്കാട് മണ്ഡലത്തിലെ വോട്ട് കണക്കുകൾ. 8 പഞ്ചായത്തുകളിൽ തൃക്കൂർ, പുതുക്കാട്, അളഗപ്പനഗർ പഞ്ചായത്തുകളിൽ UDF ഭരണം നിലനിർത്തിയപ്പോൾ വരന്തരപ്പള്ളി പഞ്ചായത്ത് LDFിൽ നിന്ന് UDF പിടിച്ചെടുത്തു. നെന്മണിക്കര, പറപ്പൂക്കര പഞ്ചായത്തുകളിൽ LDF ഭരണം നിലനിർത്തിയപ്പോൾ വല്ലച്ചിറ പഞ്ചായത്തിൽ നറുക്കെടുപ്പിലൂടെ ഭരണം LDFിനൊപ്പം നിന്നു. LDF ഭരിച്ചിരുന്ന മറ്റത്തൂർ പഞ്ചായത്തിലാകട്ടെ UDFന്റെയും BJPയുടെയും പിന്തുണയോടെ സ്വതന്ത്ര അംഗമാണ് പഞ്ചായത്ത് പ്രസിഡന്റായത്. 2025 നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിവിധ മുന്നണികൾ പഞ്ചായത്തിൽ നേടിയ വോട്ടുകളും ഈ സമയത്ത് പ്രസക്തമാണ്. LDF പുതുക്കാട് നിയോജക മണ്ഡലത്തിലെ വിവിധ പഞ്ചായത്തുകളിൽ നിന്നായി നേടിയത് 62,381 വോട്ടുകളാണ്. UDF നേടിയത് 52,598 വോട്ടുകൾ. NDA നേടിയതാകട്ടെ 38,687 വോട്ടുകൾ. LDFന് 9,753 വോട്ടിന്റെ ഭൂരിപക്ഷം. 2021 തെരഞ്ഞെടുപ്പിൽ KK രാമചന്ദ്രൻ നേടിയത് 27,000-ഓളം വോട്ടുകളുടെ ഭൂരിപക്ഷമാണെങ്കിൽ 2025 തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ പുതുക്കാട് നിയോജക മണ്ഡലത്തിൽ LDFന്റെ ഭൂരിപക്ഷം
9753 ആണ് എന്നത് കണക്കുകളിൽ ശ്രദ്ധേയമാണ്. ഓൾ ആർ മാത്തമാറ്റിക്സ്. ഇതെല്ലാം വെറും കണക്കുകൾ മാത്രമാണ്. 10 വർഷത്തെ വികസന നേട്ടങ്ങൾ ചൂണ്ടിക്കാട്ടി LDF, ജനപ്രിയ വാഗ്ദാനങ്ങൾ നൽകി UDF, കേന്ദ്ര സർക്കാരിന്റെ ജനക്ഷേമ പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാട്ടി NDAയും ഈ തെരഞ്ഞെടുപ്പിൽ മത്സര രംഗത്തിറങ്ങുമ്പോൾ ഈ കണക്കുകളെല്ലാം ഒരുപക്ഷെ അപ്രസക്തമായേക്കാം. ജനം മനസ്സിൽ കരുതിയിരിക്കുന്നത് എന്താണ്? പുതുക്കാട് മണ്ഡലത്തിൽ അത്ഭുതങ്ങൾ ഉണ്ടാകുമോ? കാത്തിരിക്കാം മെയ് 4 വരെ. നന്ദി, നമസ്കാരം. ഇനി കാലാവസ്ഥ. കൂടിയ താപനില 34 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ്. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പസ്വർണം ആഡംബരവുമാണ്, സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി ഗോൾഡൻ ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 13,655 രൂപ, പവന് 1,09,240 രൂപ. തലവണിക്കര വേങ്ങൂർ താഴത്ത് രാജു അന്തരിച്ചു. 61 വയസ്സായിരുന്നു. സംസ്കാരം വെള്ളിയാഴ്ച രാവിലെ 10:30 പുലക്കാട്ടുകര കർമ്മലനാഥ ദേവാലയത്തിൽ നടക്കും. സ്റ്റെല്ലയാണ് ഭാര്യ. ഡോക്ടർ TR ജിതിൻ രാജ് മകനും ഡോക്ടർ ജോയ് സൂസൻ വർഗീസ് മരുമകളുമാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. വാഗ്ദാന പെരുമഴയായി മുന്നണികൾ. സാമൂഹിക സുരക്ഷാ പെൻഷൻ 3000-ലേക്ക് വോട്ടർമാരെ പിടിക്കാൻ LDFും UDFും. വോട്ടുറപ്പിക്കാൻ തന്ത്രങ്ങൾ. പുതുക്കാട് മണ്ഡലത്തിൽ സ്ഥാനാർത്ഥികളുടെ പര്യടനവും ബഹുജന റാലികളും സജീവം. സ്നേഹത്തിന്റെ അപ്പം മുറിക്കൽ. ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർ പ്രാർത്ഥനാ നിർഭരമായ പെസഹ ആചരിച്ചു. ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകൾ നടന്നു. തൃശൂരിന്റെ പൈതൃകം പാടി കളക്ടർ. വോട്ട് ചോദിക്കാൻ സംഗീത വഴിയുമായി ജില്ലാ ഭരണകൂടം. പുതുക്കാട് ആര് നേടും? കഴിഞ്ഞ വർഷങ്ങളിൽ പുതുക്കാട് എങ്ങനെ ചിന്തിച്ചു? പുതുക്കാടിന്റെ വോട്ടിംഗ് ചിത്രം വ്യക്തമാക്കുന്ന എക്സ്പ്ലെയിനറുമായി NCTV. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിൻ എല്ലാ ദിവസവും രാത്രി 9 മുതൽ യൂട്യൂബിൽ ലഭ്യമാണ്. വാർത്തകൾക്കും അപ്ഡേറ്റുകൾക്കും nctvnews.com എന്ന വെബ്സൈറ്റും NCTV ന്യൂസ് എന്ന ഇൻസ്റ്റഗ്രാം പേജും ഫോളോ ചെയ്യുക. പുതുക്കാട് നിയോജകമണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.